ഹായ് മക്കളെ, 2025 നീറ്റ് ജെഇ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് സൈലത്തിന്റെ റിപ്പീറ്റർ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആയിരക്കണക്കിന് കുട്ടികളാണ് ഓൾറെഡി അതിനകത്ത് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അതിന്റെ ആദ്യ ബാച്ച് മെയ് 15 നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കറിയാം, മെയ് 15 തൊട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയൊരു ബാച്ച് എന്ന് നമുക്ക് പറയാം. മറ്റെവിടത്തേക്കാൾ ആദ്യം തന്നെ സൈലം അത് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം വളരെ വേഗം സിലബസ് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് റിവിഷൻ പ്രോഗ്രാമിലേക്കും പ്രീ നീറ്റ് പ്രീ ജെഇയിലേക്കൊക്കെ പോകാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ മെയ് 15 നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന റിപ്പീറ്റർ ബാച്ചിലേക്ക് ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തെങ്കിലും ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സാറ്റ് എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. അപ്പം സൈലത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ സൈലം സാറ്റ് എന്ന പേരിൽ ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് അതിലൂടെ സ്കോളർഷിപ്പ് കിട്ടി തന്നെയാണ് സൈലത്തിൽ ഫ്രീ ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റർ പ്രോഗ്രാമിൽ. സൈലത്തിന്റെ റിപ്പീറ്ററെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ പഠിച്ച ഓരോ കുട്ടിയോടും അന്വേഷിക്കാവുന്നതാണ്. അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അത്രയും മനോഹരമായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോർഷൻസ് കവർ ചെയ്ത് റിവിഷൻ നടത്തി മോഡൽ എക്സാം കണ്ടക്ട് ചെയ്ത് തന്നെയാണ് സൈലത്തിന്റെ റിപ്പീറ്റർ പ്രോഗ്രാം പോകുന്നത്. ഏറ്റവും ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിൽ നിന്ന് തന്നെയാണ് സൈലം ഇത്രയും അധികം റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് MBBS ആയിക്കോട്ടെ, ജെഇ മെയിൻ ആയിക്കോട്ടെ. ഇനി അടുത്ത വർഷം വരാൻ പോകുന്ന വിദ്യാർത്ഥികളെ ഫ്രീ ആയി പഠിപ്പിക്കാൻ വേണ്ടിയാണ് സൈലം സാറ്റ് എന്ന എക്സാമിനേഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. സൈലത്തിന്റെ ഓഫ്ലൈനിൽ എവിടേക്കാണ് ക്യാമ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, ട്രിവാൻഡ്രം ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 100% സ്കോളർഷിപ്പിലെ ടോപ്പ് റാങ്കിൽ ഈ എക്സാമിൽ എത്തിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. മാത്രവുമല്ല, അതിൽ ചെറിയ മാർക്ക് വ്യത്യാസമുള്ള ആളുകൾക്ക് പെർസെന്റേജ് സ്കോളർഷിപ്പും കിട്ടും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഓഫ്ലൈൻ ആയിട്ട് സൈലത്തിന്റെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് പ്രോഗ്രാമിലൂടെ പഠിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ഹൈബ്രിഡ് എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിലും ഞാൻ പറയുകയാണ്. ഓൺലൈൻ ഓഫ്ലൈൻ ഈ രണ്ടിന്റെയും അഡ്വാൻറ്റേജസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഹൈബ്രിഡ്. സൈലത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കറിയാം, അവർക്ക് ഓൺലൈൻ ആക്സസും കിട്ടുന്നുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സും കിട്ടുന്നുണ്ട്. കൃത്യമായി അവർ ആക്റ്റീവ്ലി ഒരു പഠനത്തിന്റെ ഭാഗമാകുന്ന ഒരു പ്രോഗ്രാമാണ് സൈലത്തിന്റെ ഹൈബ്രിഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഹൈബ്രിഡ് പ്രോഗ്രാമിലൂടെ ഒരു വർഷത്തെ റിപ്പീറ്റർ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് വരുന്നുണ്ട്. അത് നിങ്ങൾ കാത്തിരിക്കുക. അതിന്റെ കൃത്യമായ അപ്ഡേറ്റുമായിട്ട് സൈലത്തിന്റെ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് വരുന്നുണ്ട്. സൈലത്തിൽ പഠിച്ച കുട്ടികളോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം ആ പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ തന്നെ, ഏത് ആവറേജ് സ്റ്റുഡന്റ് ആയാലും അയാൾക്ക് ഒരേപോലെ കണ്ടന്റ് കൊടുത്ത് അവനെ ഏറ്റവും അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ ഹൈബ്രിഡ് പ്രോഗ്രാമിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏത് ക്ലാസ് റൂം ആയാലും കേരളത്തിൽ എവിടെ നിങ്ങൾ സൈലത്തിന്റെ ക്ലാസ് റൂമിൽ പഠിച്ചാലും ഒരേ കണ്ടന്റ് ഒരേ ക്വാളിറ്റിയിൽ കിട്ടുക എന്നുള്ളതാണ് ഈ ഹൈബ്രിഡ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു നിൽക്കുന്നത്, അപ്പം നമ്മളെ കേരളത്തിലെ ആദ്യത്തെ റിപ്പീറ്റർ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ് മെയ് 15. ഏറ്റവും ബിഗസ്റ്റ് ബാച്ചും കൂടെ ആയിരിക്കും. അത്രയും അധികം വിദ്യാർത്ഥികളായിരിക്കും അതില് ഫസ്റ്റ് ഡേയിൽ മെയ് 15 എന്ന ഡേയിൽ ഇവിടെ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ മെയ് 15 ഏറ്റവും ബിഗസ്റ്റ് ബാച്ചിലേക്ക്, അല്ലെ മെയ് 15 തൊട്ട് തുടങ്ങുന്ന ഏറ്റവും ലോങ്സ്റ്റ് ബാച്ചിലേക്ക്, അല്ലെ ഈ വർഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബാച്ചിലേക്കുള്ള ഫ്രീ അഡ്മിഷന് വേണ്ടിയുള്ള സൈലം സാറ്റിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് മക്കളെ. സൈലം സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്കാണ്. നീറ്റ് ജെഇ എക്സാം എഴുതുന്ന രണ്ടാളുകൾക്കും ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോളർഷിപ്പ് കിട്ടും. നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കും ജെഇ റിപ്പീറ്റ് ചെയ്യുന്നവർക്കും. ഇനി രണ്ടിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ വരിക. ഇനി നീറ്റുകാരാണെങ്കിൽ 25 ഈ പറഞ്ഞ പോലെ 100 ചോദ്യങ്ങൾ 400 മാർക്ക്. ഒരു ചോദ്യത്തിന് 4 മാർക്ക് വെച്ച് 400 മാർക്ക് -1 ഉണ്ട് തെറ്റിയാൽ. സോ 400 മാർക്കിലായിരിക്കും. ഇനി ജെഇ ആണെങ്കിൽ ഒരു മിനി ജെഇ എന്ന് പറയാം. 20 MCQ ഉണ്ടാവും, 5 ന്യൂമറിക്കലും ഉണ്ടാവും. 20 MCQ 5 ന്യൂമറിക്കൽ, 20 MCQ 5 ന്യൂമറിക്കൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 75 ചോദ്യം, 4 മാർക്ക്, 300 ചോദ്യം. ഞാൻ മിനി ജെഇ എന്ന് പറയാൻ കാര്യം സിലബസ് ആണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്കില്ല. നിങ്ങളിപ്പോ +2 പഠിച്ചു കഴിഞ്ഞവരായിരിക്കും മെജോറിറ്റി എക്സാം അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ട് ഒരു +2 ഒരു എൻട്രൻസ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും ഇത്. പക്ഷെ ജെഇ പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ. അതുപോലെ തന്നെയാണ് 300 മാർക്കിന്, അതേപോലെ ജെഇ പാറ്റേൺ തന്നെയാണ്. നീറ്റ് പക്ഷെ അങ്ങനെയല്ല. നീറ്റിന്റെ പാറ്റേണിലല്ല. ഞങ്ങൾ അത്രയും
നിങ്ങളൊരു നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക്. നന്നായി പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, ബേസ് ഉള്ള ആളുകൾക്ക് ഇവിടേക്ക് എന്ത് ചെയ്യണം, കയറി വരാൻ വേണ്ടി പറ്റണം, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അതിൽ കൂടെ അല്ലെ. അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ. അപ്പൊ അവർക്കൊരു അതിൽ നിന്ന് എന്ത് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാവണം ഈ സൈലം സാറ്റ് എന്നുള്ള എക്സാം വെച്ചുകൊണ്ട് തന്നെയാണ് +2 എൻട്രൻസ് +2 സിലബസ് NCERT നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഭാഗമുണ്ടല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ NCERT, അത് തന്നെയായിരിക്കും അതിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പം ജെഇക്കാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സും, മറ്റവർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയും ആയിരിക്കും നീറ്റുകാർക്ക്. റെഡിയല്ലേ മക്കളെ? ആൻഡ് ഇത് എന്നാണ് നടക്കുന്നത്? മെയ് 15 തുടങ്ങാന്ന് പറഞ്ഞാൽ എത്തിക്കഴിഞ്ഞു മെയ് 15. അപ്പൊ എന്നാണ് ഈ എക്സാം നടക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. എക്സാം നടക്കുന്നത് ഏപ്രിൽ 20 എത്തിക്കഴിഞ്ഞു. ഏപ്രിൽ 20 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയും സമയമുണ്ട്, പഠിക്കാം. പഠിച്ച് ഏപ്രിൽ 20 നിങ്ങൾക്ക് ഇപ്പം ക്രാഷിലൊക്കെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇനിയിപ്പം റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്കൊരു ബേസ് കിട്ടാനാണ് ക്രാഷ് ജോയിൻ ചെയ്ത്. നിങ്ങളുടെ എല്ലാവരുടെയും സിലബസും എന്ത് ചെയ്യും, നമ്മുടെ എൻഡ് ഗെയിമിന്റെ ഉൾപ്പെടെ സിലബസ് ഈ ഡേറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കവർ ചെയ്യും. നിങ്ങൾക്കും ഈ എക്സാം വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല പുറത്തുള്ള ആളുകൾക്കും ഈ ഒരു ഡേയ്സിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. +2 ടോപ്പിക്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് സാറ്റ് എക്സാം എഴുതാവുന്നതാണ്. അക്രോസ് 14 ഡിസ്ട്രിക്ട്സും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. ഓരോ ജില്ലയിലും നിങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ആളുകളുടെ ഈ സെന്റർ വൈസ് എന്തെങ്കിലും ഡീറ്റെയിൽസ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിളിക്കാവുന്നതാണ്. സെന്റർ ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും ഒരു വീഡിയോ വരും. താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ കയറുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇങ്ങ് കയറിപ്പോര്. മെയ് 15 തൊട്ട് നമ്മൾ ഉഷാറായിട്ട് ഒരു വർഷം നിങ്ങൾ കൃത്യമായ പ്ലാൻ ആയിട്ടാണ് പോകുന്നത്. ഡിസംബറിൽ നമ്മൾ പോർഷൻ തീർക്കും, പിന്നെ നിങ്ങൾക്ക് 2 മാസം റിവിഷൻ, വീണ്ടും 2 മാസം എക്സാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, തകർത്ത് മെയ് 15 ഏറ്റവും വലിയ ബാച്ച് അല്ലെ, ഏറ്റവും നീളം കൂടിയ ബാച്ച് എന്ന് പറയാൻ വേണമെങ്കിൽ അതിന്റെ സമയം വെച്ച് ഏറ്റവും വലിയ ബാച്ച് ആയിരിക്കും. അത്രയധികം കുട്ടികൾ അതിനകത്ത് ഓൾറെഡി ജോയിൻഡ് ആണ്. ബാക്കിയുള്ളവരും കൂടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അതൊരു ബിഗസ്റ്റ് ബാച്ച് ആയിരിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ ഇങ്ങ് പോരുക. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നേടാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.